ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. ഇന്ന് നമ്മുടെ ആദ്യത്തെ ഒന്നാം നോമ്പല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് എനിക്ക് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ കൂടുതലും ഇഷ്ടം കഞ്ഞിയാണ്, പൊടിയരിക്കഞ്ഞി. കുറേ കടി ഉണ്ടാക്കുക അതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ കുട്ടികൾക്ക് അവർ പറഞ്ഞു ഏതായാലും ഉമ്മ ആദ്യത്തെ നോമ്പല്ലേ, അപ്പം നമുക്ക് മാമയുടെ അടുത്തേക്ക് പോവുക, നമുക്ക് അവിടെ പോയിട്ട് എന്താ വെച്ചാൽ ഉണ്ടാക്കിയിട്ട് എന്താ അവർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്കതിൽ കൂടാ, നോമ്പ് തുറന്നിട്ട് പോരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മരുമകൾക്ക് വിളിച്ചു, ഇങ്ങനെയാണ് പറഞ്ഞു. അപ്പം ഞങ്ങൾ വരീൻ, ഒന്നാം നോമ്പല്ലേ, ഇവിടുന്ന് നോമ്പ് തുറന്നതിൻ്റെ ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയി. അവിടെ എത്തിയപ്പോഴേക്ക് 3 മണിയൊക്കെ ആയി. അവിടെ ചെന്ന് അപ്പോഴേക്കും എൻ്റെ മരുമകൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഇറച്ചി വാങ്ങിക്കൊടുന്നു. കുട്ടികൾ പോയിട്ട് അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് കുറച്ച് പത്തിരി ഉണ്ടാക്കി. പത്തിരിയാണ് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം. എനിക്ക് എപ്പോഴും കഞ്ഞിയാണ്. അപ്പോൾ ഞാൻ എന്ത് കാട്ടിയെന്ന് പറയുന്നത്, പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് കഞ്ഞി വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പത്തിരിയൊക്കെ ഉണ്ടാക്കി ഇറച്ചി വാങ്ങിക്കൊടുന്ന്, ഇറച്ചി തക്കാളി എല്ലാം കൂട്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂട്ടിയിട്ട് അതിൽ കുറച്ച് ഉരുളൻകിഴങ്ങ്, അപ്പോൾ നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ ഉരുളൻകിഴങ്ങ്, ഒരു കുമ്പളങ്ങയുടെ പീസ്, അത് നല്ല ടേസ്റ്റായിരിക്കും ഇറച്ചിയിൽ കുമ്പളങ്ങ ഇട്ട അത്. അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ട് ഒരു ഇറച്ചിക്കറി അങ്ങോട്ട് ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേനും പത്തിരി ഉണ്ടാക്കാം. പത്തിരിക്ക് മാവ് വാട്ടി. അങ്ങനെ ഞങ്ങൾ മാവ് കുഴച്ചുണ്ടാക്കി. അപ്പോൾ പേരക്കുട്ടികളെല്ലാവരും കൂടി അത് പത്തിരി പരത്തി പത്തിരി ഉണ്ടാക്കി ചുട്ടെടുത്ത്. അങ്ങനെ അപ്പോൾ എണ്ണക്കടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എണ്ണക്കടി വേണോ ചോദിച്ചു. അപ്പോൾ മരുമകൾ പറഞ്ഞു, എണ്ണക്കടി ഉണ്ടാക്കമ്മ, കുറച്ച് മുട്ട ബജ്ജി ഉള്ളിവടയും ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നാൽ ശരി ഉണ്ടാക്കിക്കോ പറഞ്ഞു. അങ്ങനെ കുറച്ച് അത് എണ്ണക്കടികളും ഉണ്ടാക്കി. അവർ ഉണ്ടാക്കി. ഞങ്ങളെല്ലാം തണ്ണിമത്തം ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന് ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും കൂടി ഈ വർഷത്തെ ഒന്നാം നോമ്പ് എൻ്റെ മകൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടി നോമ്പ് തുറന്ന് അവർ പള്ളിയിൽ പോയി വന്ന് അതിൻ്റെ ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് 8-9 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇനി പറഞ്ഞു, ഇനി നമുക്ക് ആദ്യത്തെ 10ൻ്റെ നോമ്പറക്കാൻ വേണ്ടിയിട്ട് വരാട്ടോ, ഇനി അതിൻ്റെ മുന്നേ വരില്ല പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നുകൂടെ ചോദിച്ചാൽ അത് പറ്റില്ല മോളെ, എനിക്ക് ജോലിക്ക് പോകണ്ടേ, അങ്ങനെ വരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരി ഉമ്മ, എന്നാൽ ആദ്യത്തെ 10ൽ ഞാൻ വിളിക്കണ്ട, അപ്പോൾ വരണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നു. ഇപ്പം നമ്മൾ ഒരുമിച്ച് മക്കളുടെ കൂടെ ഇരുന്ന് നോമ്പ് തുറന്ന് പോന്നു. ഇനി നമ്മൾ അടുത്ത വർഷം എങ്ങനെ ഇന്നിപ്പോൾ അതള്ളയുടെ വക്കിലല്ലേ, നമുക്ക് ചോദിക്കാനും പറയാനും പറ്റില്ലല്ലോ. ഇപ്പോൾ കണ്ടില്ലേ ഓരോ കുടുംബങ്ങൾ നശിച്ചു പോണ്. അള്ളാഹു അങ്ങനെ ഒരാൾക്കും വരുത്താതിരിക്കട്ടെ റബ്ബേ. ഞാൻ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ദോരക്കണ അതാണ്. നമുക്ക് മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയും തൻ്റെയോടും ഒക്കെ കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ അവിടുന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് പരീക്ഷ 2 ദിവസം കഴിഞ്ഞിട്ടാണ് മകൻ്റെ കുട്ടി. അപ്പം ഞാനും പോരട്ടെ ഒപ്പമ്മ അവിടേക്ക് ചോദിച്ചു. അപ്പോൾ നീ വരാൻ വായോ, എന്താ ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു മരുമകൾ, എന്നാൽ പോകാൻ പൊക്കോ, വ്യാഴാഴ്ചയാണ് പിന്നെ പരീക്ഷ, എന്നാൽ പോകാൻ പൊക്കോ, പഠിക്കണം ബുക്കും കൊണ്ടൊക്കെ പറഞ്ഞു. അങ്ങനെ ഓനെയും കൂട്ടിയിട്ട് ഞങ്ങളിവിടെ പോന്നു. ഇവിടെ വന്ന് അത്താഴത്തിന് അരി ഇടണം. ഇനിയിപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ മക്കളെ വീഡിയോ. ഇനി നമുക്ക് നാളെ ഇടാം കേട്ടോ. ശരി, എന്നാൽ അസ്സലാമു അലൈക്കും.